ചിരി കൊണ്ടും ഹാസ്യം കൊണ്ടും ലോകത്തെ മനുഷ്യരെ മതങ്ങളെ കീഴടക്കിയ മനുഷ്യൻ. 2 ലോകമഹായുദ്ധങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, കേരളത്തിന്റെ പിറവി, ഒരു പുഞ്ചിരിയാൽ ചുറ്റുമുള്ളവരുടെ സന്താപം അലിയിച്ചു കളഞ്ഞിരുന്ന വലിയ ഇടയൻ, ഇതിൽ കൊഴിഞ്ഞ പൂക്കളെയും പുഴുക്കുത്തേറ്റ ഫലങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച വലിയ തിരുമേനി, സ്ഥാനമാനങ്ങളുടെ ഗൗരവമില്ലാത്ത, അലങ്കാരങ്ങളുടെ ഭാരമില്ലാത്ത, ജീവിതത്തെ ചിരിയും ചിന്തയും വിളയുന്ന സർഗാത്മക കർമ്മമാക്കി മാറ്റിയ ശ്രേഷ്ഠൻ, വാക്കിലും പ്രവൃത്തിയിലും ധർമ്മത്തോടൊപ്പം സഹയാത്ര ചെയ്ത ധർമ്മിഷ്ഠൻ എന്ന വെളിപ്പേരുകാരൻ, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് സവിശേഷതകൾ ജീവിതത്തോട് ചേർത്തുവച്ചയാൾ, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ്, രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ആദ്യത്തെ ക്രൈസ്തവ സഭാചാര്യൻ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന അപൂർവ നേട്ടം, മലങ്കര മാർത്തോമാ സഭയുടെ ആത്മീയാചാര്യൻ. കാലം മാറിമറിഞ്ഞപ്പോൾ മാറാതെയും മായാതെയും നിന്നത് ആ ചിരി മാത്രമായിരുന്നു. ചരിത്രത്തിനപ്പുറം മാനവരാശിയെയും മാനവഹൃദയത്തെയും ഒരു കാലഘട്ടത്തിനൊപ്പം ഹൃദയത്തിലേക്ക് ചേക്കേറിയ വലിയ ഇടയൻ. അതെ, നമ്മൾ സ്നേഹത്തോടെ വിളിച്ച വലിയ തിരുമേനി, ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത. ക്രിസോസ്റ്റം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വർണ്ണ നാക്കുള്ളവൻ എന്നാണ്. പക്ഷേ തിരുമേനിയുടെ വാക്കുകളേക്കാൾ സ്വർണ്ണത്തിളക്കം അദ്ദേഹത്തിന്റെ തമാശകൾക്കായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തെയും ദൈവത്തെയും ഹാസ്യത്തിലൂടെ ഇത്ര ലളിതമായി മനുഷ്യരിലേക്ക് എത്തിച്ച മറ്റൊരാചാര്യൻ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു. ചിരിയുടെ മാലപ്പടക്കങ്ങൾക്കിടയിൽ നാം അറിയാതെ നമ്മെ ചിന്തിപ്പിച്ചു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തിരുമേനിക്ക് മുന്നിൽ തകർന്നു വീണു. സഭയുടെ വലിയ തമ്പുരാനായിരിക്കുമ്പോഴും വഴിയിലെ ദരിദ്രനോടും രാഷ്ട്രീയക്കാരനോടും സിനിമാക്കാരനോടും സമ്പന്നനോടും ഒരേ സ്നേഹത്തോടെ അദ്ദേഹം ഇടപെട്ടു. സ്വയം കളിയാക്കി ചിരിക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സായിരുന്നു അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചനാക്കി മാറ്റിയത്. തന്നെ കണ്ടാൽ ബുദ്ധിശൂന്യനെ പോലെ ഇരിക്കുമെന്നും സംസാരിച്ചാൽ ആ സംശയം മാറിക്കിട്ടുമെന്നും അദ്ദേഹം സ്വയം ട്രോളുന്നു. 1918 ഏപ്രിൽ 27 കുമ്പനാട് കലമണ്ണിൽ KE ഉമ്മൻ കശീശയുടെയും ശോശാമയുടെയും മക്കളിൽ രണ്ടാമനായി ജനനം. ആത്മീയ പാരമ്പര്യമുള്ള വലിയ കുടുംബം. പക്ഷേ കുട്ടിക്ക് ദൈവം കൊടുത്ത വരം പ്രാർത്ഥന മാത്രമല്ല, നല്ല നർമ്മത്തിന്റെ ചിരി കൂടിയായിരുന്നു. ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്. കയ്യിൽ കിട്ടുന്നതെന്തും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന പ്രകൃതം. വീട്ടിലെ അരിയും സാധനങ്ങളും പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് കണ്ട് അപ്പൻ അവനൊരു ഇരട്ടപ്പേരിട്ടു, ധർമ്മിഷ്ഠൻ. അന്ന് കളിയാക്കി വിളിച്ച ആ പേര് പിന്നീട് കാലം സത്യമാക്കി മാറ്റി. മാരാമണ്ണിലും കോഴഞ്ചേരിയിലുമായി സ്കൂൾ പഠനം. പുസ്തകത്താളുകളെക്കാൾ അദ്ദേഹം പഠിച്ചത് ചുറ്റുമുള്ള മനുഷ്യരെയായിരുന്നു. പിന്നീട് ആലുവ UC കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് ബാംഗ്ലൂരുവിലെ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്ന് വൈദിക പഠനം. അവിടെ വെച്ചാണ് ചിരിയുടെ പിന്നിലെ വലിയ ചിന്തകൾ രൂപപ്പെടുന്നത്. പഠനം കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് അരമനയുടെ സുഖസൗകര്യങ്ങളിലേക്കായിരുന്നില്ല. 1940 കർണാടകയിലെ അങ്കോല ആശ്രമത്തിൽ ലളിത ജീവിതം നയിച്ചു തുടങ്ങിയ സേവനം. 1944 ജൂൺ 3 വൈദികനായി. 1999 ഒക്ടോബർ 23 മർത്തോമാ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ മെത്രാപ്പൊലീത്തയായി. 1953 മെയ് 23 എപ്പിസ്കോപ്പയായി അഭിഷിക്തനായി. 1999 ഒക്ടോബർ 23 മർത്തോമാ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ മെത്രാപ്പൊലീത്തയായി. 1954 1968 നടന്ന ആഗോള ക്രിസ്ത്യൻ കൗൺസിലുകളിൽ മർത്തോമാ സഭയുടെ പ്രതിനിധിയായി. ദേശീയ ക്രിസ്ത്യൻ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുമുണ്ട് അദ്ദേഹം. മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിൽ 95ലധികം കൺവെൻഷനുകളിൽ വലിയ തിരുമേനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 1954 മുതൽ 2018 വരെ തുടർച്ചയായി 65 കൺവെൻഷനുകളിൽ പ്രാസംഗികനായി. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ 2007 സ്ഥാനത്യാഗം ചെയ്തു. മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത എന്നറിയപ്പെട്ടു അദ്ദേഹം. ഒടുവിൽ 2021 മെയ് 5 ജന്മദിനം ആഘോഷിച്ച ദിവസങ്ങൾക്കുള്ളിൽ 103-ാം വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു. ആ ചിരിമാഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് നികത്താനാവാത്ത വലിയ ശൂന്യത ബാക്കിയാക്കിയാണ്. ഒരു ചിരി ഏതൊരു മനുഷ്യനു വേണ്ടിയും ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്ര പറഞ്ഞത്. പ്രസംഗത്തിലും സ്വകാര്യ സംഭാഷണങ്ങളിലും ജീവിതവും പ്രസംഗവും രണ്ടു വഴിക്കാകരുതെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്ന ലാളിത്യത്തിന്റെ പ്രതിരൂപമായിരുന്ന പുരോഹിതനായിരുന്നു. മാറി നിന്നല്ല, കൂട്ടത്തിലൊരാളായി നിന്നാണ് അദ്ദേഹം തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയത്.
ചിരിയിൽ ചലിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോകുന്ന മനുഷ്യർ ഒരുപക്ഷെ അദ്ദേഹം പങ്കുവച്ച ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ വാക്കുകളിലെ നർമ്മം ഒരഗ്നി പോലെയാണ്. കേൾവിക്കാരന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി ഒടുവിൽ ആഴമായൊരു ചിന്തയുടെ കനൽ ബാക്കിയാക്കുന്ന വലിയ ഇടയൻ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. ഒരു നൂറ്റാണ്ടുകാലം ചിരിച്ചും ചിരിപ്പിച്ചും ജീവിച്ച, എന്നാൽ മനുഷ്യന്റെ കണ്ണീരിലും കഷ്ടപ്പാടിലും എന്നും കൈത്താങ്ങായി നിലകൊണ്ട കേരളത്തിന്റെ വലിയ തിരുമേനി. മതത്തിന്റെ മതിലുകൾ തകർത്തെറിഞ്ഞ് ജാതിയുടെയും വർഗത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാതാക്കി ഏവർക്കും അദ്ദേഹം തിരുമേനി അപ്പച്ചനായി. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും തത്വചിന്തകന്റെ വിവേകവും ആക്ഷേപഹാസ്യകാരന്റെ മൂർച്ചയും അദ്ദേഹത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. മറ്റൊരവകാശവാദവും ഇല്ലാതെ ഞാൻ ദൈവത്തിന്റെ ഒരു തമാശയാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് നൽകാനുള്ള നവതി ഹോം പ്രൊജക്ട് പോലെയുള്ള വലിയ ദൗത്യങ്ങളിലൂടെ അദ്ദേഹം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്രയമായി. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവന്റെ കണ്ണീരൊപ്പാനാണ് തന്റെ ജീവിതമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും പ്രസംഗമായിരുന്നില്ല, കർമ്മപഥത്തിലെ ജീവനുള്ള സാക്ഷ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ചിരിക്കു പിന്നിൽ അനീതിക്കെതിരെ പോരാടാനുള്ള ധീരതയുടെ അഗ്നിയുണ്ടായിരുന്നു. സമൂഹത്തിലെ കപട നേതൃത്വത്തെയും സ്വാർത്ഥതയുടെ രാഷ്ട്രീയത്തെയും അദ്ദേഹം തുറന്നുകാട്ടി. വാളെടുക്കാതെ പ്രകോപനമില്ലാതെ തന്റെ സ്വർണ്ണ നാവുകൊണ്ട് അദ്ദേഹം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. 2018 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ഒരു വ്യക്തിക്കുള്ള ബഹുമതി എന്നതിലുപരി ജനങ്ങൾക്കു വേണ്ടി നിലകൊണ്ട ഒരു ജീവിതത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു. ചിരിച്ച, ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച കേരളത്തിന്റെ വലിയ ഇടയന്റെ ജീവിതം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അദ്ദേഹത്തിന് പ്രണാമം കമന്റായി രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.